ലെവിൻ കെ വിജയൻ വിവരങ്ങൾ പറഞ്ഞു. ലെവിൻ, അപ്പോൾ ദൃശ്യം കൂടി കിട്ടി, വിവരങ്ങൾ. സേതു, ടോൾ പ്ലാസ കടക്കുന്നതിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഒരു കാറിൽ അഖിലിനും സ്പാരിക്കുമൊപ്പം അർജുൻ അയങ്കി കൂടി ഈ വാഹനത്തിലുണ്ട് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് നഗരത്തിലുടനീളം പോലീസ് അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയത്. ഇപ്പോൾ അങ്ങനെ അല്പസമയങ്ങൾക്ക് മുൻപ് ഒരു 3/4 മണിക്കൂർ മുൻപാണ് തേക്കിൻകാട് മൈതാനത്ത് നിന്നും അഖിലിനെയും ഭാര്യയെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കമ്മീഷണർ നിഖിൽ രാജ് ദേശ്മുഖിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധനയും സെർച്ചും സിറ്റി പോലീസ് കമ്മീഷണർ നഗരത്തിൽ ഉടനീളം നടത്തിയത്. വിവിധ സ്ഥലങ്ങളിലായി അർജുൻ ആയങ്കി ഇതിനോടകം തന്നെ വിവിധ സ്ഥലങ്ങളിലായി ആളുകളെ പറ്റിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പോലീസിനെ കബളിപ്പിക്കുന്ന തരത്തിൽ ഈ വാഹനത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി. അതോടൊപ്പം ഈ മൊബൈൽ ഫോൺ, ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മറ്റും ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ ഇത്തരത്തിൽ ഇയാളെ ഈ സഹോദരന്റെ വാഹനത്തിനുള്ളിൽ വയ്ക്കുകയും നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലായി കറങ്ങി നടന്നുകൊണ്ട് പോലീസിനെ വഴിതെറ്റിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അങ്ങനെ 2 വാഹനങ്ങളടക്കം രക്ഷപ്പെടുന്നതിനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് അനുമാനിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ടാകാമെന്നുള്ളത് തന്നെയാണ് അനുമാനിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത് അർജുൻ ആയങ്കിയാണ് എന്ന് തന്നെ സ്ഥിരീകരിച്ചതിന് ശേഷമാണ് പോലീസ് ഇത്തരത്തിൽ ഒരു വലിയ തെരച്ചിലിന് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തൃശ്ശൂരിൽ എത്തുന്നുണ്ട്. അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ വ്യാപക പരിശോധന നടത്തുന്നത്. അർജുൻ ആയങ്കിയെ കണ്ടെത്തുക, അതിൽ ഇന്ന് രാത്രി തന്നെ കണ്ടെത്തുക എന്നുള്ളൊരു ലക്ഷ്യം പോലീസിനുണ്ട്. തൃശ്ശൂരിലുണ്ടെങ്കിൽ ഉറപ്പായും പിടികൂടാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിന് നിലവിലുള്ളത്. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് ക്ലബ്ബിൽ, തൃശ്ശൂരിലെ പോലീസ് ക്ലബ്ബിന് മുന്നിൽ ഈ 2 ആളുകളെ പിടിയിലായ കസ്റ്റഡിയിലെടുത്ത 2 പേരെ എത്തിച്ചുകൊണ്ടാണ് ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ അർജുനെക്കുറിച്ചുള്ള ചില വിവരങ്ങളെങ്കിലും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഏതായാലും അന്വേഷണ സംഘത്തിന് ഉള്ളത്. തൃശ്ശൂർ സിറ്റി പോലീസിന് പുറമെ റൂറൽ പോലീസിനെ കൂടി ഇക്കാര്യത്തിൽ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അർജുൻ രക്ഷപ്പെടാൻ സാധ്യതയുള്ള എല്ലാ വഴികളും NH 544ഉം NH 66ഉം അടക്കം വാഹനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് പോലീസ്. ജില്ലാ അതിർത്തികളിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും ജില്ല കടക്കാനുള്ള സാധ്യതയുണ്ടോ അർജുൻ ഈ ഘട്ടത്തിൽ? സേതു, ജില്ല കടന്ന് ഇയാൾ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. മറ്റൊരു തരത്തിൽ ഇയാൾക്ക് തൃശ്ശൂരിൽ തന്നെയുള്ള മറ്റാരുടെയെങ്കിലും സഹായം ലഭിക്കാൻ ഇടയുണ്ട് എന്നുള്ളൊരു അനുമാനത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചില വ്യക്തികളുടെയെങ്കിലും സഹായം ലഭിച്ചാൽ ഇയാൾക്കൊരു പക്ഷേ പോലീസിൻ്റെ കൺവെട്ടത്തു നിന്ന് മാറി നിൽക്കാൻ കഴിയും. അത്തരത്തിൽ ഉള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് വിപുലമായ പരിശോധന നടത്തുന്നത്. ഈ കസ്റ്റഡിയിലുള്ള 2 ആളുകളെ പ്രധാനമായും ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് CPക്കും സംഘത്തിനുമുള്ളത്. നിലവിൽ അഖിലിന്റെ ഭാര്യയുമാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ ചോദ്യം ചെയ്യുന്നത് അർജുന്റെ നീക്കങ്ങൾ ഏത് നിലയിലാണ്, ഇവിടെ നിന്നും പ്ലാൻ എന്താണ്. ശരി, തുടരൂ. ലെവിനിലേക്ക് മടങ്ങിയെത്താം. വളരെ പ്രധാനപ്പെട്ട നിർണായകമായ നീക്കം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നു. അർജുൻ ആയങ്കി പോലീസിനെ, ആഭ്യന്തരമന്ത്രിയൊക്കെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുന്ന അർജുൻ ആയങ്കി വരും മണിക്കൂറിൽ തന്നെ പോലീസിന്റെ വലയിൽ വീഴുമെന്ന് തോന്നുന്നു നിലവിലെ പോലീസിന്റെ നീക്കങ്ങൾ കാണുമ്പോൾ.